5 പവന് എത്ര പവനുണ്ടാവും? ഇവർക്ക് സീറ്റ് വന്നിട്ടുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞു മക്കളെ കുടുംബം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിമർശിക്കുന്നവർക്കും വിമർശിച്ചവർക്കും ഒരു മറുപടി നമ്മൾ ഇങ്ങനെ കൊടുക്കുക, അല്ലാതെ ഓളെ കുറിച്ച് മോശമായിട്ട് പറയില്ല. അള്ളാഹു ബർക്കത്ത് നൽകിയിട്ട് ആ താലി കെട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി സ്വർണം നമ്മൾ ഓർക്ക് കൈമാറും കേട്ടോ. ഒന്നാമത് നമ്മുടെ പഞ്ചായത്തിലെ കുട്ടിയ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമ്മളെ പഞ്ചായത്തിലെ കുട്ടിയാണ്, നാട്ടിൽ തന്നെ. രണ്ടാമത് വല്ലപ്പുഴയാണ്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഓരൊക്കെ കല്യാണം കഴിച്ചാൽ ഓരോ അമ്പലത്തിലെ കമ്മിറ്റിക്കാരല്ല വരുന്നത്, മഹല്ല് കമ്മിറ്റിക്കാരൻ. മഹല്ല് കമ്മിറ്റിയാണ് ഒരു കേക്ക് കൊടുത്തേക്കുന്നത്. അത് നമ്മളെ നാടിന്റെ മതസൗഹാർദ്ദം അല്ലാഹു നിലനിർത്തി തെറ്റ്. അതേക്ക് അമ്പല കമ്മിറ്റിന്റെ എത്തുണ്ട്, പള്ളി കമ്മിറ്റിന്റെ എത്തുണ്ട്. അതൊക്കെ ആരെ കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഈ മജ്ലിസ് വന്നൊരു വലിയ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഞാൻ ഓദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടോ, ഇൻഷാ അല്ലാഹ് 100 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്തിട്ട് പോകാം. ഞാൻ നോക്കാൻ എനിക്ക് അത് വൈകുന്നേരം കുഴപ്പമില്ല. അപ്പൊ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങോട്ട് പോയിട്ട് സ്വർണം കൊടുക്കാണ് ഇൻഷാ അല്ലാഹ്. സ്വർണം കണ്ടില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. പിന്നെ നമ്മളെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. അതാണ് ഈ മഴയ്ക്കുന്നൊക്കെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വർണ്ണാണ് അതാ മൈക്ക്. അപ്പോ എന്റെ പെങ്ങൾ കുട്ടിക്ക് രണ്ടാമത്തെ പെങ്ങൾ കുട്ടിക്കുള്ള സ്വർണം കൊടുക്കുകയാണ്. ഓരോ പാവപ്പെട്ട കുട്ടികളല്ല കേട്ടോ, പിന്നെയും പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരിക്കുന്നവരെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. ഓൽക്കുള്ള സ്വർണം കണ്ടില്ലേ, ഇത് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അവിടെ നോക്കൂട്ടോ, ഇവിടെ ഒന്നുകൂടെ ഇവിടെ നോക്കോട്ടോ. ഞങ്ങള് ചോറൊക്കെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. കുറച്ച് കാര്യം കൂടെ പറയട്ടെ. ഈ താലികെട്ടിന്റെ കൂടെ വന്ന അമ്മമാര്, അച്ഛന്മാര്, അനിയത്തിമാരൊക്കെ ചോറ് റെഡിയാക്കിയിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത് കളയത്തിട്ടോ, ഇത് കളയത്തിട്ടോ.
അതൊന്നും മുന്നിൽ ലേശം മാറി അമ്മേനെ മേലിറക്കണേ ആ